ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്, അതേപോലെ നല്ല ടേസ്റ്റിയും കൂടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു 1.5 ഉള്ളി എടുത്തു. നമുക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 1.5 ഉള്ളി മതി കേട്ടോ. അത് നമ്മൾ പൊടിയായി കട്ട് ചെയ്തിട്ട്, നന്ന പൊടി വേണ്ട, നോർമലായിട്ടുള്ള കട്ട് ചെയ്തിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെയാണ് നമ്മൾ ഉള്ളിനെ പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം കളർ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ചേർക്കാനുള്ളത് പച്ചമുളകും തക്കാളിയും കൂടിയാണ് കേട്ടോ. നല്ല ബ്രൗൺ ആവണ്ട, എന്നാലും ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണം. ഇനിയിപ്പോൾ എരിവിന് ആവശ്യത്തിലുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതും പൊടിയായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതലുള്ള പച്ചമുളകാണെങ്കിൽ അതിൻ്റെ എണ്ണം കുറക്കുക. ഇത് അത്യാവശ്യമുള്ള എരിവേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. അത് നന്നായി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ഇനി ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അത് ഒരു 1/4 ടീസ്പൂൺ അത്ര മതി, കുറേ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു നമ്മുടെ ഫ്ലേവർ ഒന്ന് മാറിയിട്ട് വരും. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മതി. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുള്ളത് മീറ്റ് മസാലയാണ്. മീറ്റ് മസാല എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഞാൻ അധികം എന്തിനും ചേർക്കുന്ന മീറ്റ് മസാലയാണ്. ഇനി അതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പം നമ്മുടെ ഇതിൻ്റെ പച്ച ചുവയൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് ഞാൻ ചിക്കന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അത് കണ്ടോ, ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ കൈയോടെ തന്നെ ഒന്ന് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ മസാല കൂട്ടിൽ ഇട്ട് വെക്കുക. ഇനി ഒരു നമ്മുടെ മിക്സിൻ്റെ ജാർ എടുക്കുക. അതിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി മുക്കാ കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 മുട്ട ചേർത്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു മസാലൻ്റെ ആ ടൈം മാത്രമേ ആവുന്നുള്ളൂ. ഇനി ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാന് ചൂടാൻ വെക്കുക. ജസ്റ്റ് എണ്ണ തേച്ചിട്ടൊന്ന് ചൂടാൻ വെക്കുക. ചൂടായതിന് ശേഷം അതിലേക്ക് ഇതിൻ്റെ നേരെ പകുതി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അരച്ചതിൻ്റെ നേരെ പകുതി ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ്റെ കറിയിലുള്ള പീസസ് ആയാലും കുഴപ്പമില്ല. അതിനൊന്ന് എടുത്തിട്ട് ജസ്റ്റ് എണ്ണയിലൊന്ന് വറുത്തെടുത്താൽ മതി. എന്നിട്ട് ഈ മസാലയിൽ നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ. ഇനി അത് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള നമ്മുടെ മിക്സിയിലുള്ള കൂട്ട് അത് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മേലെ ഒരു ഡെക്കറേഷന് മാത്രമാണ് കേട്ടോ തക്കാളി വെച്ച് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് മല്ലി ലീവ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക്. എന്നിട്ട് കവർ ചെയ്തിട്ട് നമ്മുടെ അതിൻ്റെ ഹോൾ ഉണ്ടെങ്കിൽ അതൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 15 മിനിറ്റ്സ് വെക്കുക. പിന്നെ 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഒരു സൈഡ് ആയിട്ടുണ്ടാവും. അതിനൊരു പാൻ വെച്ചിട്ട് തിരിച്ചിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഒന്ന് വെച്ചാൽ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ